പൂർത്തീകരിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്താനോടുകൂടെ കുടുംബമാണ് ഏറ്റവും കുട്ടിയുടെ നന്മല്ലതയും അല്ലെങ്കിൽ നിഷ്കളങ്കതയും ഒരുപക്ഷെ അവരിൽ നിന്ന് കാണാൻ കഴിയില്ലായിരിക്കാം. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രായത്തിനകത്ത് പക്വതയിൽ ഈശോ വളർന്നു വന്നപ്പോൾ നമുക്കറിയാം വസ്ത്രത്തിലെ ആ കുടുംബത്തിലേക്ക് സഭയിലെ സമൂഹത്തിലും വരുന്ന ആളുകളിൽ ദൈവം ആഗ്രഹിക്കുന്നു അതൊക്കെ ആയിത്തീരാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായിട്ട് ഇവർ മാറ്റപ്പെടാൻ, പ്രത്യേകിച്ച് വെല്ലുവിളി ഉയർത്തപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിന്നിരിക്കുകയാണ് എല്ലാവർക്കും ആളുകൾ കൊടുത്തുകൊണ്ട് നല്ല അവർക്ക് തന്നെ സ്വീകരണങ്ങളിലൂടെ നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരാളെ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവായ പാലുള്ള അഗ്നിചൂട്ടിലും കൊതുകെപ്പോഴും ചോര മാത്രമേ നോക്കൂ. ചോരയാണ് ഇതിന് പാലൻ എന്ന് പറഞ്ഞ സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയെയും അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിലും ജീവദാതാവായ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ സ്വീകരിച്ച് ഏറ്റുപറയുന്നു. ലോകരക്ഷകനായ ഈശോയുടെ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇടയാക്കിയിരിക്കട്ടെ. ഈശോയുടെ സുവിശേഷത്തിന്റെ സാക്ഷികളായിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഈ ലോകത്തിൽ തന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗപിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയുമെന്ന് പറഞ്ഞ ആവശ്യക ഈ ക്രൂശിന്റെ രൂപം ധരിച്ചുകൊണ്ട് അഭിമാനത്തോട് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും കാറ്റഗിസം 12 ക്ലാസ്സിൽ പൂർത്തീകരിച്ച് ഔദ്യോഗികമായി മതബോധന മേഖലയോട് വിട പറയുന്ന
ഈ മക്കളെ അങ്ങ് തിരുസന്നിധി സമർപ്പിക്കുന്നു. അവർ സമൂഹത്തോട് ചേർന്നിനി വളരുവാനും പഠിക്കുവാനും പങ്കുവയ്ക്കാനും തുടങ്ങുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ആത്മാവിൻ്റെ കരുത്തും കൃപയും ഇവർക്ക് നൽകണമേ. നേർവഴിയിൽ ഇവരെ നടത്തണമേ. ഇവരെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ വിശ്വാസം പകർന്നു കൊടുത്ത് ഇവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനോടൊപ്പം ഇവരുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഗീതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിത ദൗത്യം പൂർത്തിയാക്കി എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പരിപാലനായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അത്രയ്ക്ക് സ്നേഹത്തിനും കാരുണ്യത്തിനും നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. വാത്സല്യ കുഞ്ഞുമക്കളെ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇന്ന് 12ാം ക്ലാസ്സിന്റെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് തമ്പുരാന് സാക്ഷികളായി സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഒരു വിട പറയാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വിട പറയുക എന്നത് വിദൂരത്തേക്ക് പോവുക എന്ന അർത്ഥമുണ്ട്. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ കണ്ടിട്ടത്ത് ഈ ദേവാലയ പരിസരത്ത് ഇനിയും ഞങ്ങളുടെ വിശ്വാസ പരിശീലന യാത്രയ്ക്ക് വിട പറയാൻ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്നലകൾ ഓർമ്മകളായി, നാളകൾ പ്രതീക്ഷകളായി, ജീവിതം എന്നത് ഇന്നാണ്. ഈ 12 വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുക. തോളിൽ കൈപിടിച്ച് ട്രെയിൻ എന്ന പോലെ ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. ആ ട്രെയിനിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ബോഗികൾ ഇന്നും ഇവിടെ ഇരിപ്പുണ്ട്. ഈ സൗഹൃദം എന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയും ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ആ സൗഹൃദം ഇന്നും ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഞങ്ങളുടെ ഭാവി ജീവിതത്തിനായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 12ാം ക്ലാസ്സോട് വിട പറഞ്ഞ് മതബോധന മേഖലയിൽ നിന്നും മാറുന്ന 12ാം ക്ലാസ്സിലെ കുട്ടികളെ, വേണ്ടപ്പെട്ട അധ്യാപകരെ, മറ്റു കുട്ടികളെ, ചില പാരൻസ് ഇവിടെ ഉണ്ട്, മാതാപിതാക്കളെ, എൻ്റെ കാര്യങ്ങളാണ് നിങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. ഒന്ന്, ഇതുവരെ കാറ്റഗറിസം പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തേക്കാൾ